നമസ്കാരം. ഹിമാലയം കീഴടക്കിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി അന്ന മേരി ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ പർവ്വതത്തിന് മുകളിൽ തൈക്കോണ്ടോ പ്രകടനം നടത്തി വീണ്ടും ചരിത്രം സൃഷ്ടിക്കുന്നു. ചേർത്തല സെൻറ് മാർട്ടിൻ ജംഗ്ഷന് സമീപം ഞാറക്കാവേലി വീട്ടിൽ ഷൈൻ പ്രീതി ദമ്പതികളുടെ മകളാണ് അന്ന മേരി. അതിസാഹസികതയുടെ അടയാളപ്പെടുത്തൽ. ചേർത്തല സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തൈക്കോണ്ടോ താരം കൂടിയായ അന്ന മേരി. മാസങ്ങൾക്ക് മുമ്പ് ഹിമാലയം കീഴടക്കി അന്ന മേരി ചരിത്രം സൃഷ്ടിച്ചിരുന്നു. അന്ന മേരിയോടൊപ്പം ഹിമാലയവും അതേപോലെ തന്നെ കിളിമഞ്ചാരോ പർവ്വതവും കീഴടക്കിയ പിതാവ് കൂടിയായ ഷൈൻ നമ്മോടൊപ്പം ചേരും. കഴിഞ്ഞ 29-ാം തീയതി ഇവിടുന്ന് പോയി നമ്മുടെ കേരളപ്പിറവി ദിവസം മുതൽ നവംബർ 1-ാം തീയതി മുതൽ നമ്മൾ കിളിമഞ്ചാരോ ക്ലൈംബിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടാൻസാനിയയിലെ ആഫ്രിക്കയിലെ ടാൻസാനിയയിലുള്ള ആഫ്രിക്കയുടെ റൂഫ് എന്ന് അറിയപ്പെടുന്ന കിളിമഞ്ചാരോ പർവ്വതത്തിൻ്റെ ലിമോഷോ റൂട്ടിലൂടെയാണ് ഞങ്ങൾ ക്ലൈംബിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് 8 ദിവസമാണ് ആ റൂട്ടിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും അക്ലമൈറ്റൈസേഷൻ ചലഞ്ചസ് ഒക്കെ ഉണ്ടായാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 8 ദിവസത്തിന് പ്ലാൻ ചെയ്തത് 7 ദിവസമാണ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ചലഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൂടി ബഫറായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് അക്ലമൈറ്റൈസേഷൻ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് 8 ദിവസത്തെ പ്രോഗ്രാം ഞങ്ങൾ 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 5700 ചില്ലുവാനം മീറ്റർ ഹൈറ്റ് വരെ 19,000 ചില്ലുവാനം ഫീറ്റ് വരെ ഞങ്ങൾ കയറി. സ്റ്റെല്ല പോയിന്റിൽ ആണ് ഞങ്ങൾ എത്തിയത്. ക്ലൈമറ്റ് ഒക്കെ വളരെ പ്രതികൂലമായിരുന്നു. കാരണം ഇപ്പോൾ അവിടെ റെയിൻ സീസൺ സ്റ്റാർട്ട് ചെയ്തു. ടെമ്പറേച്ചർ വളരെ ലോ ആയിരുന്നു. പിന്നെ കാറ്റ് വളരെ ശക്തമായിരുന്നു. എനിക്ക് എൻ്റെ കൈക്കൊക്കെ ഫ്രോസ്റ്റ് ബൈറ്റ് വരുന്ന പോലെയുള്ള ഒരു ഫീലൊക്കെ ആയിരുന്നു ഏറ്റവും മേളിൽ ചെന്നപ്പോഴത്തേക്ക്. ദ ഹയസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് മൗണ്ടൻ ഇൻ ദി വേൾഡ് ഈസ് കിളിമഞ്ചാരോ. ഇപ്പം നമ്മളുടെ എവറസ്റ്റോ അല്ലെങ്കിൽ മറ്റ് കൊടുമുടികളെല്ലാം ഏതെങ്കിലും ഒരു മൗണ്ടൻ റേഞ്ചിൻ്റെ ഭാഗമാണ്. ഇപ്പം ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 രാജ്യങ്ങളിൽ പരന്നു കിടക്കുക, 100 കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തിൽ. പക്ഷേ കിളിമഞ്ചാരോ ഈസ് എ ഫ്രീ സ്റ്റാൻഡിങ് മൗണ്ടൻ ആൻഡ് ഓൾസോ അതൊരു വോൾക്കാനിക് മൗണ്ടൻ ആണ്. അപ്പോൾ അത് ഇപ്പോൾ അത് ഡോർമെൻ്റ് ആണ്. പക്ഷേ ഒരു കാലത്ത് അത് എന്ന് പറഞ്ഞാൽ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്തോ അത് ആക്റ്റീവ് വോൾക്കാനോ ആയിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ കിളിമഞ്ചാരോ മാത്രമല്ല പല പല മൗണ്ടൻസും ആക്റ്റീവ് വോൾക്കാനോ ആയിരുന്ന ഒരു ഇതാണ്. ഇപ്പോൾ പലതും ഡോർമെൻ്റ് ആണ്. ആദ്യമായിട്ട് കിളിമഞ്ചാരോയുടെ മുകളിൽ ഈ സ്റ്റെല്ല പോയിന്റിൽ എല്ലാ പോയിന്റിലും തൈക്കോണ്ടോ പുംസയും കിക്കുകളും ഒക്കെ ചെയ്യുകയും പ്രത്യേകിച്ച് സ്റ്റെല്ല പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് അതെല്ലാം ചെയ്യുകയും തൈക്കോണ്ടോ രീതിയിൽ ഉഹുറു പീക്കിനെയും നമ്മുടെ ദേശീയ പതാകയൊക്കെ വണങ്ങി ഒക്കെയാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ ഒരു കാര്യത്തിലും മടി വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ടെൻസിങ്ങും ഹിലാരിയും ഹിമാലയം കീഴടക്കിയ ആ കാലഘട്ടമല്ല ഇപ്പോൾ നമുക്ക് മോർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മോർ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഹിമാലയം കീഴടക്കാം, എല്ലാവർക്കും ഏത് പർവ്വതത്തിന് വേണേലും കീഴടക്കാം, ആർക്ക് വേണേലും ലോകത്തിന് മേലിൽ പറക്കാം. ഇപ്പം എന്താ പറയുക, സന്തോഷ് ജോർജ് കുളങ്ങര ശൂന്യാകാശ യാത്ര ചെയ്യാൻ പോകുന്നു അല്ലേ, സ്പേസ് ഷട്ടിലിൽ അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ലോകം. അപ്പോൾ നമ്മളിപ്പോഴും പഴയ കാലഘട്ടത്തിൽ നിൽക്കാതെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് ആഗ്രഹമുള്ളതെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒന്നിനും മടിക്കരുത്. വി ഹാവ് ടു എക്സ്പീരിയൻസ് എവറിത്തിങ് എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്.